ഞാനും വിചാരിച്ചത് ആദ്യമായി ഒരാൾ കൂട്ടത്തോടെ കളിക്കുന്നതാണെന്നാണ്. അത് അങ്ങനെയല്ല അരങ്ങേറ്റം, അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. ഞാൻ അറിഞ്ഞത് എൻ്റെ നക്ഷത്ര മാം ആദ്യമായിട്ട് അരങ്ങേറ്റം കളിക്കുമ്പോഴാണ്. അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാനിപ്പോൾ ഇന്നിവിടെ കളിച്ചത്. അതെനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്താ പറയുക, ഒരു ചേച്ചിയാണോ ടീച്ചറാണോ എന്നൊന്നും അത്രയ്ക്കും നല്ല ബോണ്ടാണ്. അവിടെയുള്ള എല്ലാവരും എൻ്റെ അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെയാണ്. പിന്നെ ഊർമിള മാമും ഉത്തരമ്മയും ഒക്കെ എനിക്കൊരു അമ്മയെ പോലെയാണ്. ഒരിക്കലും ഇവരൊന്നും എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ഹായ്, ദിസ് ഈസ് ഉത്തരാവണി. വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മൾ ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട അപർണയുടെ രംഗപ്രവേശത്തിന് പോകും. എല്ലാവരും ഉണ്ട്. ശിവാനി, ദേവു, നിരഞ്ജന, പ്രാർത്ഥന, കൂടെ നമ്മുടെ നക്ഷത്ര, പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമ്മ, പിന്നെ നമ്മുടെ മല്ലുമായി. അപ്പോൾ നമുക്ക് ഈ അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ സാധാരണ വീട്ടിലൊരു കല്യാണമൊക്കെ വരുമ്പോൾ ഉണ്ടാവണ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ വിട്ടുപോയാലോ, ഡ്രസ്സിൻ്റെ കാര്യത്തിലോ ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിലോ. അതൊരു ഭയങ്കര ഒരു ആഘോഷമാണല്ലോ. ഒരാഴ്ച ഒരു മാസമായിട്ട് നമുക്ക് കല്യാണം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആഘോഷം പോലെ തന്നെയാണ് ഒരു അരങ്ങേറ്റം വരുമ്പോൾ. ഒരു കച്ചേരിയായിട്ട് ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു കല്യാണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടേക്കോ ഒരു ചെറിയ ആ കുട്ടി ഇനി വേറൊരാളുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ, അത്രയും കാലം നമ്മുടെ മാത്രം മകളായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ രംഗപ്രവേശം കഴിയുമ്പോഴത്തേക്കും ആ കുട്ടി നമ്മുടെ മാത്രം സ്റ്റുഡൻ്റ് അല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റായിട്ട് മാറാൻ. അപ്പം അങ്ങനെ വളരെ ഒരു ഇമോഷണൽ മൊമെൻറ്റും കൂടിയാണ് പൊതുവെ നമുക്ക് ഈ രംഗപ്രവേശം എന്ന് പറയുമ്പോൾ. പറയണ്ടേന്നറിയാത്ത പോലെ. പിന്നെ അമ്മ പറഞ്ഞ പോലെ ചെറിയ കുട്ടി ആയതുകൊണ്ടായിരിക്കും എവിടെയോ എനിക്കും ഒരു വാത്സല്യം എൻ്റെ മകളെ പോലെ. അമ്മ എപ്പോഴും ഗുരുത്വം എന്നുള്ള വാക്കിനെ പറ്റി എന്നോട് പറയാറുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തൊന്നും നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാവാറില്ലായിരുന്നു. അതായത് മൂത്തവർ പറയുന്നു, നമസ്കരിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാൻ പറയുന്നു, പറഞ്ഞതനുസരിക്കുക എന്നല്ലാണ്ട് അതെന്താണ് ഈ ഗുരുത്വം എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും എനിക്കത് വലിയൊരു പ്രാധാന്യം അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ വെറ്റില വെക്കണു, ദക്ഷിണ വെക്കണു, അനുഗ്രഹം മേടിക്കണു, പല കുട്ടികളും പഠിച്ചു പോകണു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അപർണയ്ക്ക് നല്ല പനിയായിരുന്നു. പനി വന്നു, അതിനുശേഷം ഒന്ന് വീണു, പല്ല് പൊട്ടി. ഞാൻ എല്ലാ ദിവസവും എല്ലാ നേരവും ഈശ്വര അപർണയുടെ പനി മാറണേ, ഈശ്വര അപർണയ്ക്ക് ശരിയാവണേ, ആ കുട്ടിക്ക് ക്ഷീണം വരല്ലേ. ഇവിടെ സ്റ്റേജിലിരിക്കുമ്പോൾ പോലും അടുത്ത ജതി എന്താ പറയണ്ടേന്നുള്ളതിനെക്കാട്ടിലും അയ്യോ അവൾക്ക് ക്ഷീണം വരല്ലേ, അവൾക്ക് ക്ഷീണം വരുന്നുണ്ട് തോന്നുന്നു, അവൾ ശ്വാസം വലിക്കുന്നു വല്ലാണ്ട്, അവളുടെ കാല് കഴിച്ചിട്ടുണ്ടാവോ. ആ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഗുരുത്വം. അപ്പം ഇന്ന് ശരിക്കും എൻ്റെ മകളെ പോലെ തന്നെ എനിക്ക് വല്ലാതെ ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം അമ്മയുടെ കൂടെ അകത്ത് കയറി തൊഴുതത്. അതിനുശേഷം പിന്നെയും എനിക്ക് തോന്നി ഒരു തേങ്ങ ഉടച്ചേക്കാം ഭഗവാന്, ഇന്നൊരു തടസ്സമില്ലാണ്ട് പോണേ. രണ്ടാമത് ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് പൈസ എടുത്തിട്ട് അവിടെ തേങ്ങ പോയി മേടിച്ച് തേങ്ങ ഉടച്ചിട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നണത് ആ ഒരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുത്വം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഭയങ്കര ഒരു റിലേഷൻഷിപ്പാണ്. പിന്നെ ടെമ്പിൾ സ്റ്റെപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു വീട് പോലെയാണ്. നമുക്ക് വീടിനെ പറ്റി അങ്ങനെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം അത് ഒരു ഇമോഷനാണ്. ഗേറ്റ് കടന്ന് പടി കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ്.
വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡാൻസ് ടീച്ചേഴ്സിനുള്ള സകല ടെൻഷനും കൊണ്ടാണ് ഞങ്ങൾ 3 പേരും ഇവിടെ ഇരിക്കുന്നത്. ഞാനും ഉത്തരയും നക്ഷത്രയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് മരിച്ചു പോകും തോന്നുന്നു. ടെമ്പിൾ സ്റ്റെപ്സിലെ അരങ്ങേറ്റം അല്ലെങ്കിൽ രംഗപ്രവേശം എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ മാർഗം സ്റ്റൈലിലാണ്, ലൈക്ക് ഹൗ വി ഡു ഇറ്റ് ഇൻ തമിഴ്നാടു. ഒരു 1.5 hours ഒറ്റയ്ക്ക് ഒരാളുടെ സോളോ കച്ചേരി ആയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും അരങ്ങേറ്റം ഇവിടെ ചെയ്യാറുള്ളത്. ഗ്രൂപ്പായിട്ട് നമ്മൾ ചലങ്കപൂജകളും ബാക്കി നമ്മുടെ ആനുവൽ പെർഫോമൻസസും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും രംഗപ്രവേശം ഓർ അരങ്ങേറ്റം ഇസ് എ 1.5 hours സോളോ കച്ചേരി ബൈ സ്റ്റുഡൻറ്റ്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് സ്റ്റേജ് മുഴുവൻ കയ്യിലെടുക്കുന്ന ഒരു ഡെബ്യൂ ആണ് ഒരു ആർട്ടിസ്റ്റ്. ഗണപതിയെക്കുറിച്ചുള്ള ഒരു അലാരിപ്പായിട്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊറിയോഗ്രഫിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഒരു ചെറിയ കഥയും കൂടെ കാണിക്കുന്നുണ്ട്. ഗണപതി കുബേരൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ ഒരുപാട് വാരി വലിച്ച് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഗണപതിയുടെ വയറ് പൊട്ടിപ്പോയപ്പോൾ അവിടെയുള്ളൊരു പാമ്പിനെ എടുത്തിട്ട് വയറിന് ചുറ്റും വയറ് കെട്ടിവെച്ചു. ഇത് കണ്ടപ്പോൾ ചന്ദ്രൻ ഭയങ്കര തമാശ തോന്നിയിട്ട് ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ പൊട്ടി ചിരിക്കണ കണ്ടപ്പോൾ ഗണപതിക്ക് ദേഷ്യം വന്നു. എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണോ, എന്നെ കളിയാക്കി ചിരിക്കുകയാണോ, എന്നാൽ പിന്നെ നീ ഒരു 14 ദിവസത്തേക്ക് ഇനി പുറത്തേക്ക് വരാണ്ട് അടഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. അങ്ങനെയാണ് നമുക്ക് ഹാഫ് മൂണും ഫുൾ മൂണും ഉണ്ടായത് എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ കണ്ട ഗണേശ അലാരിപ്പ്. സന്തോഷം എന്താന്ന് പറയുന്നത്, ഫസ്റ്റ് കച്ചേരി ടെമ്പിൾ സ്റ്റെപ്സിൽ ഞാനായിരുന്നു ചെയ്തത്. എൻ്റെ കച്ചേരി കണ്ടതിന് ശേഷം പലർക്കും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയും ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്ത സ്റ്റുഡൻസ് നമുക്ക് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആണെങ്കിലും ഈ കച്ചേരി കഴിഞ്ഞവരുടെ ആണെങ്കിലും എല്ലാവരുടെയും കച്ചേരിക്ക് എനിക്ക് ഫ്രണ്ടിന് മുമ്പിൽ നിന്ന് തന്നെ എല്ലാം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തിനോട് നന്ദി പറയാം. അപ്പം നമ്മുടെ കുഞ്ഞൂസ് ഇനി ആരാണ് നെക്സ്റ്റ് കച്ചേരി ചെയ്യാൻ പോണത്? നിരഞ്ജന റെഡിയാണ്. എല്ലാരും റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നത്തെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ആളുടെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മളിതാ പോന്നു. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ചാണ്. അപ്പൊ ഇറ്റ്സ് എ ലോങ് ഡ്രൈവ്. ടെൻഷനുണ്ടോ? എല്ലാം സെറ്റല്ലേ? റെഡി അല്ലേ? അപ്പൊ നമുക്കിന്ന് നന്നായിട്ട് ചെയ്യും. വെരി ഗുഡ്, പൊളിക്കും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. റെഡി അല്ലേ എല്ലാവരും? വാതിലടക്കില്ലേ? തീ എടുത്തോ? അപ്പോൾ നമ്മൾ ഫൈനലി അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. ഗണപതിയെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അരങ്ങേറ്റം പ്രോഗ്രാം എല്ലാം ഭംഗിയാവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം.
വീണ്ടും മഹാഗണപതിക്ക് നന്ദി. ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് ഞാൻ തന്നെ പറയുമ്പോൾ അതിലൊരു ചെറിയൊരു ചമ്മലുണ്ട് എനിക്ക്. കാരണം ഞാൻ കാണുന്നതാണ് അപർണ ദിവസവും കളിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. പക്ഷേ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അപർണ സ്റ്റേജിലേക്ക് വന്നപ്പോൾ. അത്ര മനോഹരമായിട്ടാണ് അപർണ അവതരിപ്പിച്ചത്. എനിക്ക് ഒരു കുറ്റവും പറയാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. എല്ലാ ദിവസവും ടീച്ചർമാരുടെ കണ്ണ് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് തകർത്ത് കളഞ്ഞു കേട്ടോ. ഒന്നാമത്തെ കാര്യം, ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഭാഗ്യലക്ഷ്മി അങ്ങ് പറഞ്ഞയക്കണം കേട്ടോ പാട്ട് പാടുന്നത്. കാരണം കുട്ടിയുടെ ഡാൻസിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ തെറ്റിപ്പിച്ച് അങ്ങോട്ട് പാടി തകർക്കും. അപ്പം നമുക്ക് പാട്ടിലേക്ക് ശ്രദ്ധ പോകും. ഭാഗ്യലക്ഷ്മിയുടെ പാട്ട് ഇതിപ്പോൾ ഈ കല്യാണി വർണ്ണം അവസാനിക്കാറ് വേണ്ടി കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് വാക്ക് കിട്ടുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അതുപോലെ ആയിപ്പോയി. വലിയൊരു നർത്തകിയാവും എന്ന് പറയാനുള്ള വേറൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയത്, എല്ലാ കുട്ടികളും നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും എത്ര സ്റ്റേജിൽ കയറിയാലും സ്റ്റേജിൽ കയറുമ്പോൾ ഒന്ന് പകയ്ക്കും. ഞാനടക്കം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞാലും സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് എവിടെയോ ചെറിയൊരു ടെൻഷൻ, ഒരു ചെറിയൊരു സ്റ്റേജ് ഫിയറോ എന്തൊക്കെയോ വരും. ഒട്ടും അങ്ങനെ ഒന്നും തോന്നാതെ എനിക്ക് അത്രയും കോൺഫിഡൻസിലിരിക്കാം. കാരണം അപർണ കറക്റ്റായിട്ട് കളിച്ചോളും, നമ്മൾ വായിച്ചാൽ മതി. ആ ഒരു കോൺഫിഡൻസ് പല കുട്ടികളിലും, അതും ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നവരിൽ നമ്മൾ കാണാറില്ല. இல்லாத நாயக ஜோதியான செஞ்சுடரொளியே, ஆதியந்தம் இல்லாத நாயக ஜோதியான செஞ்சுடரொளியே, பாதனில் தினம் பணிதிடவேவா பாதரம் தன்னை நினைந்துடனே கனிந்துடரேவா சர்வேஷ சிவ உணரழகில் என மறந்து மரபொருளையா ഞങ്ങളുടെ ടെമ്പിൾ സ്റ്റെപ്സിലെ സ്റ്റുഡൻസ് പലരും 25-30 വയസ്സുള്ളവരാണ് ഫുൾ അരങ്ങേറ്റം ചെയ്യാറുള്ളത്. ഈ 1.5 മണിക്കൂർ കച്ചേരി മാർഗം, ഭരതനാട്യം മാർഗം അവതരിപ്പിക്കുന്നത് കുറച്ച് പ്രായമുള്ള കുട്ടികളാണ്. ഒന്നുകിൽ ഒരു 22-23 വയസ്സെങ്കിലും തൊട്ടുള്ളവരാണ് ഈ 1.5 മണിക്കൂർ ചെയ്യാൻ ധൈര്യപ്പെടുകയുള്ളൂ. കാരണം സ്റ്റാമിന കിട്ടണമല്ലോ. എന്തുമാത്രം പ്രാക്ടീസ് അതിൻ്റെ പിന്നിലുണ്ടെന്നറിയാമോ? അപർണയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ കൊടുക്കുന്നു. അവളെ സുന്ദരിയാക്കിയതിന് ഭയങ്കര സുന്ദരിയാക്കിയിട്ടുണ്ടെന്ന് മുരുകൻ മാഷ്. അത് മുരുകൻ മാഷ്ക്കുള്ള ക്രെഡിറ്റ്. ഭയങ്കര ഒരു ഫീലാണ്. ഇനിയിപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതായിരിക്കും.
അല്ലാതെ സ്കൂളിൽ നിന്ന് നേരെ 4 മണിക്ക് വന്നാൽ ബാഗ് ഊരുക, ഓടുക, വരിക, ഊർമിള മാമിൻ്റെ ഫുഡ് കഴിക്കുക, അതൊന്നും ആ ടേസ്റ്റൊന്നും ഒരിക്കലും പോവില്ല. ആ കെയറിങ് ഒന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. സംഗീത ചേച്ചി ആവട്ടെ എനിക്കിഷ്ടമുള്ള തരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് മിൽക്ക് ഷേക്ക്, അത് എല്ലാം ഞാൻ ഓർത്തിരിക്കും. പിന്നെ ഊർമിള മാമിൻ്റെ സപ്പോർട്ടും, എനിക്ക് ക്ഷീണിക്കുമ്പോൾ ബർഗർ അത് ഇത് എല്ലാം ഓർഡർ ചെയ്ത് തരും. എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല. നല്ല ഒരു അച്ഛനെയും അമ്മയും കിട്ടി എന്നുള്ളതാണ് ഓരോ കുട്ടികളുടെയും നർത്തകിമാരുടെ ഭാഗ്യം എന്ന് പറയുന്നത് തന്നെ. നല്ല അച്ഛനെയും അമ്മയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, എന്തിനാണ് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ത്രീധനവും കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് അങ്ങനെയൊന്നും വിടരുത്. അതിനൊക്കെ മുമ്പേ നിങ്ങളൊരു കല പഠിപ്പിക്കും. നല്ല മാതാപിതാക്കളാണെങ്കിൽ കുട്ടിയെ, ഞാൻ ഡാൻസ് എന്നല്ല പറയുന്നത്, ഡാൻസ് ആയാലും പാട്ടായാലും എന്തെങ്കിലും ഒരു കല പഠിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം, അത് സ്വന്തം ആസ്വദിക്കാൻ പറ്റും. നമുക്കൊരു ദുഃഖം വന്നാൽ, നമുക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ആസ്വദിക്കാം. നമ്മൾ തന്നെത്താനെ പാട്ട് പാടുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം, നമ്മൾ തന്നെത്താനെ ഡാൻസ് ചെയ്യുമ്പോൾ നമുക്കതിന് സന്തോഷം കിട്ടും. ആദ്യമായി തന്നെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതിയുടെ തിരുമുമ്പിൽ എൻ്റെ മകൾക്ക് അരങ്ങേറ്റം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഭഗവാനോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം ആദ്യം തന്നെ ഈ നിമിഷത്തിൽ എൻ്റെ മോളുടെ ആദ്യ ഗുരുവായ കലാമണ്ഡലം ഗോപി മാഷിനെ ഞാൻ ഓർക്കുകയാണ്. ശേഷം ടെമ്പിൾ സ്റ്റെപ്പിൽ വന്നിട്ടിപ്പം 4 വർഷമാവുന്നു. ഡാൻസ് എന്ന ഒരു ഇതിനെ, അതിൻ്റെ ഒരു എന്താണ് ഡാൻസ് എന്ന് എൻ്റെ മകൾ മനസ്സിലാക്കിയത് ടെമ്പിൾ സ്റ്റെപ്പിൽ വന്നതിന് ശേഷമാണ്. ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ആകെ ടെൻഷനിലായിരുന്നു. പനിയായി, സ്റ്റേജ് ചെയ്യാൻ പറ്റുമോ എന്ന് വരെ ഞാൻ ആകെ ടെൻഷനായ സമയമായിരുന്നു. ഇന്നും കൂടെ മോർണിംഗ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ ഞാനിങ്ങനെ ടെൻഷൻ വരുമ്പം മിസ്സിനൊരു മെസ്സേജ് ചെയ്യും. ആ മിസ്സിൻ്റെ ഒരു റിപ്ലൈ കേൾക്കുമ്പം ശരിയാവും എന്ന് കേൾക്കുന്ന റിപ്ലൈ ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ എനിക്കൊരു എനർജിയാണ്. ശരിയാവും. ഊർമിള മിസ്സിൻ്റെ അടുത്ത് ചെന്നപ്പം മിസ്സ് പറഞ്ഞു, ഗണപതി അല്ലേ പരീക്ഷിക്കും നമ്മളെ, പക്ഷേ ഫൈനലി എല്ലാം ശരിയാക്കി തരും എന്ന് മിസ്സൊരു വാക്ക് പറഞ്ഞു. എന്നാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരും കേട്ടോ. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ പരീക്ഷിക്കണേന്ന്. കാരണം ഇന്നലെ കൂടെ ആൾക്ക് എഴുന്നേക്കാൻ വയ്യായിരുന്നു. രാവിലെ ആയപ്പോഴും മരുന്ന് കഴിക്കുന്നതിൻ്റെ ക്ഷീണം ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പനി കഴിഞ്ഞ ദിവസമാണ്, ഇന്ന് രാവിലെയും കൂടെ പോയി ട്രിപ്പ് ഇട്ടിട്ട് വന്നു. എന്നാലും എൻ്റെ മകൾക്ക് നന്നായി കളിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എന്നും അവൾക്ക് ഉണ്ടാവട്ടെ. ഊർമിള മിസ്സിൻ്റെയും ഉത്തര മിസ്സിൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം. അപർണ ചേച്ചിയുടെ അരങ്ങേറ്റം നല്ല അരങ്ങേറ്റമായിരുന്നു. നല്ല അസലായിട്ട് കളിച്ചു. പിന്നെ വയലിൻ വായിച്ചവരും മൃദംഗം വായിച്ചവരും പാട്ട് പാടിയവരും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാടി. ടെമ്പിൾ സ്റ്റെപ്പ് ഡാൻസ് അക്കാഡമിയുടെ ഓർക്കസ്ട്ര ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ശ്രീമതി ഉത്തര ഉണ്ണി നിതേഷ് നട്ടുവാങ്കം, ശ്രീമതി ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ വായ്പാട്ട്, ശ്രീമാൻ അർജുൻ കാന്ത് മൃദംഗം, ശ്രീമാൻ ശ്യാം കല്യാൺ വയലിൻ. മേക്കപ്പും കോസ്റ്റ്യൂമും അഭിനയം എല്ലാം അടിപൊളിയായിരുന്നു. നല്ല രസമായിട്ട് കളിച്ചു അപർണ ചേച്ചി. ഹലോ, ഞാൻ അപർണ ചേച്ചി രംഗപ്രവേശനെ പറ്റി പറയാമെന്നാണ്. ഒരു രക്ഷയില്ല, എന്ത് സാധനം നല്ല പവർഫുള്ളായിട്ട് കളിച്ചു. ഞാൻ ചോദിച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ജസ്റ്റ് ടയേർഡൊക്കെ ആവും. പക്ഷേ ഒരാൾ ഇവിടെ ഒന്നും ടയർഡ് അടിപൊളിയായിട്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ നന്നായിട്ട് കളിച്ചു. പിന്നെ ഇവിടുത്തെ ഓർക്കസ്ട്ര ടീം എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് എക്സ്ട്രോർഡിനറി പെർഫോമൻസ് ഉണ്ടായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. അമ്മ പറയുന്ന പോലെ നമ്മൾ ഡാൻസ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, കോൺഫിഡൻസും നല്ല വാക്കുകൾ പറയാനും എല്ലാം നമ്മൾ പഠിപ്പിക്കാൻ കഴിയുന്നു എന്ന് ഇവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.